കറുത്ത നിറമുള്ള തൈര് കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, കുടിച്ചിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ, രുചിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതേ പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മാത്രം മതി നല്ല ചൂട് ചോറിനാൻ, വേറെ ഒരു കറിയും വേണ്ട. ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കുഴച്ച്, സത്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഒന്ന് വെച്ചുണ്ടാക്കി തരണമെന്നുണ്ട്. ചില സാധനങ്ങളെ നമ്മൾ പരീക്ഷിച്ചിട്ട് തീരെ പ്രതീക്ഷിക്കാത്ത അത്രയും രുചി കിട്ടിയാലും നമ്മളുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത്. മഴയത്ത് കൂടുതലും ചൂടുള്ള ടൈപ്പ് ആഹാരങ്ങളാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മിനു മാമാസ്, നമ്മുടെ കരിനെല്ലിക്ക അച്ചാർ കൊണ്ട് ഒരു കറി. തൈരും കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന കറിയാണ്, പക്ഷെ നമുക്ക് ചൂടാക്കിയിട്ടുള്ള ഒരു കറി. മഴക്കാലത്ത് കഴിക്കാനും അസുഖമുള്ളപ്പോൾ കഴിക്കാനും ഒക്കെ പറ്റി. കാരണം പനിയും ജലദോഷവും ഒക്കെ ഇനിയിപ്പോൾ ഈ കാലങ്ങളിൽ കൂടുതലായിരിക്കില്ലേ മഴക്കാലത്ത്. അപ്പം അങ്ങനെയുള്ള കാലങ്ങളിൽ അത്യാവശ്യം പുളി എരിവും ഒക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കും അല്ലേ. അങ്ങനെയുള്ള സമയത്ത് കഴിക്കാനുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ദാ നമ്മൾ ചട്ടി മൺചട്ടി കത്തിച്ചു, വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, വേറൊരു കോംപ്രമൈസും ഇല്ല. വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. അതൊന്ന് ചൂടാകട്ടെ. നമുക്ക് എന്തൊക്കെയാ ചേരുവകളെന്ന് ഞാൻ പറയാം. കടുകിട്ടൊന്ന് പൊട്ടിക്കണം, കറിവേപ്പില വേണം, ഇഞ്ചി ചെറിയൊരു കഷ്ണം ചതച്ചത്, ഒരു 5-6 ചെറിയ ഉള്ളി ചതച്ചത്, 5-6 വെളുത്തുള്ളി ചതച്ചത്, എരിവിന് ആവശ്യമായിട്ടുള്ള, അതായത് തൈരിന്റെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു 3-4 എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് ഉലുവപ്പൊടി, പിന്നെ ദാ കട്ട തൈര്. ദാ ചൂടായി, നമ്മൾ ആവശ്യത്തിന് കടുകിടാൻ പോവുക. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ടു. തീ ഞാൻ സിം ആക്കുകയാണെ. ഇഞ്ചി ഇട്ടു, തീ ഒരു മീഡിയം ആക്കി കേട്ടോ. വെളുത്തുള്ളി ഇട്ടു, തൊലിയോട് കൂടിയ തൊലി ഇല്ലാതെ ഇടാം, നമ്മുടെ സൗകര്യം കേട്ടോ. അതിന്റെ കൂടെ തന്നെ ചെറിയുള്ളി ഇട്ടു. കരിനെല്ലിക്കയിൽ അത്യാവശ്യം നല്ല കാന്താരി ഉണ്ട്, പക്ഷെ ഈ തൈര് ഇത്രയും വലിയ 2 കപ്പ് തൈരുണ്ട്. അപ്പം അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ ഇട്ടു, ചതച്ചത്. സത്യത്തിൽ ഇതും കാന്താരി തന്നെ ഇടണം എന്ന് നിങ്ങൾ ആലോചിക്കും, ആവശ്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിനെല്ലിക്കയിൽ ഫുള്ള് കാന്താരിയാണ്. വഴണ്ട് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അധികം അങ്ങോട്ട് മൂത്ത് പോകുമൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ നമുക്ക് പച്ചക്ക് തിന്നാവുന്ന സാധനങ്ങൾ തന്നെയല്ലേ. വെളുത്തുള്ളി മൂത്താൽ മതി. മൂത്തു. സിമ്മാക്കി ഞാൻ നമ്മുടെ ഉലുവയില്ലേ, ഉലുവ ഒരു 1/4 സ്പൂണിലും താഴെ ഉലുവ, ഒരുപാട് ഇടണ്ട, കഴിക്കും. അവിടെ നല്ല ജീരകത്തിന്റെ പൊടി ഒരു 1/4 സ്പൂണിൽ താഴെ ഇട്ടു. ഇനി നമ്മുടെ തേങ്ങ അരച്ചത്, കൂടുതലൊന്നും വേണ്ട, അത് ഒരു പിടി തേങ്ങ അരച്ചത് ഞാൻ ഇടുവാണേ. തേങ്ങ ഒരുപാട് മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ആയാൽ മതി. ഇപ്പൊ ആവശ്യത്തിന് ഇടുകയാണ്. നല്ല കട്ട തൈര് ഞാൻ ഒഴിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പുക വന്നാൽ മതി കേട്ടോ, ഒന്ന് ആവി വന്നാൽ മതി. അപ്പൊ ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ, ഉപ്പും പുളിയും എരിവും ഒക്കെ പാകത്തിന് നോക്കട്ടെ. ഓക്കെയാണ്. ഇനി നമ്മുടെ കരിനെല്ലിക്ക 3 വലിയ ടീസ്പൂൺ കേട്ടോ ഇട്ടു. ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. കളർ അങ്ങോട്ട് മാറിയണ്ട, ടെക്സ്ചർ അങ്ങോട്ട് മാറിയണ്ട, മതി കേട്ടോ. ചൂടായാൽ മതി, ഒട്ടും തിളയ്ക്കണ്ട. തിളച്ച സംഭവം പിരിഞ്ഞു പോകും. കാണുമ്പോൾ തന്നെ നല്ല ചൂട് ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാൻ തോന്നില്ലേ. ഞാൻ ഓഫ് ചെയ്യാം കേട്ടോ, തിളച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മൾ പച്ചടിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ തന്നെ ഉണ്ടാ ആവി വരുന്നു. ഞാൻ ഓഫ് ചെയ്തു കേട്ടോ, അപ്ലൈ ഓഫ് ചെയ്തു, സെറ്റാണ്. ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും തളിരായിട്ടുള്ള കറിവേപ്പില ഒന്ന് എന്റെ മുകളിൽ കൂടെ അടച്ചു വെച്ചു. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തുറക്കട്ടെ. എനിക്ക് കൊതി കൊണ്ടും മണം കൊണ്ടും ഇരിക്കാൻ പറ്റുന്നില്ല. തുറന്നു നോക്കട്ടെ. കരിനെല്ലിക്കയുടെ കളറുള്ള നല്ല കറുത്ത തൈര്. കറുത്ത തൈര് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദേവാ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വായിൽ വെള്ളം വന്നിട്ട് രക്ഷയില്ല. അതുകൊണ്ട് ആദ്യം കുറച്ചെടുത്ത് കഴിച്ചതിന് ശേഷം വെറും തൈരില് കരിനെല്ലിക്ക ഇട്ട് കഴിച്ചാൽ അപാര ടേസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, അത് വേനൽക്കാലത്താണ് കൂടുതൽ നല്ലത്. ഈ ചന്നം പിന്നം മഴ ഇങ്ങനെ പെയ്യുമ്പം ഇതാണ് ബെസ്റ്റ്. മഴക്കാലത്ത് എല്ലാം ചൂടായിട്ട് കഴിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അതെ, നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ അതാ നല്ലതാ. നോക്ക്, ഞാൻ അങ്ങിട്ട് കുഴക്കുകയാണ് കേട്ടോ. നമ്മുടെ ലക്ഷദ്വീപിൽ നിന്ന് നമ്മുടെ ഷക്കീല മാഡം തന്നു വിട്ട നല്ല ഉണക്ക സ്രാവിന്റെ ചുമന്ന മീൻകറിയുണ്ട്. നമ്മുടെ പറമ്പിൽ നിന്നും പറിച്ച കായയുടെ മെഴുക്ക് വരട്ടിയുണ്ട്. അപ്പൊ ഇതൊന്നും വേണ്ടാതെ വെറുതെ ഞാൻ ഈ ചോറും നമ്മുടെ കരിനെല്ലിക്ക കറിയും ഒന്ന് കഴിച്ചു നോക്കട്ടെ. അത്രയും രുചി, അത്രയും പറഞ്ഞാൽ അത്രയും രുചി. ചൂട് ചോറും ചൂട് കറിയും പുറത്ത് മഴയും നല്ല എരിവും പുളി വേറെ ലെവലാണ്. ഇത് മാത്രം മതി നല്ല ചൂട് ചോറിനാൻ, വേറെ ഒരു കറിയും വേണ്ട. ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കുഴച്ച്, സത്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഒന്ന് വെച്ചുണ്ടാക്കി തരണമെന്നുണ്ട്. ചില സാധനങ്ങളെ നമ്മൾ പരീക്ഷിച്ചിട്ട് തീരെ പ്രതീക്ഷിക്കാത്ത അത്രയും രുചി കിട്ടിയാലും നമ്മളുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത്. എന്തായാലും നമ്മൾ ഉണക്കസ്രാവ് വെച്ച് കറിയൊക്കെ വെച്ചതല്ലേ, നല്ല എരിവും പുളിയും രുചിയൊക്കെയുള്ള ഉണക്കസ്രാവ് വെച്ചു. അതിൻ്റെ മുകളിൽ ഒരു തേങ്ങാക്കൊത്ത് വെച്ചു. ഉണക്കസ്രാവിന്റെ കറി ഒരു രക്ഷയില്ല കേട്ടോ. ഞാനൊരു വണ്ടി കറി ഞാൻ ഒഴിച്ചു കേട്ടോ. പക്ഷെ കറിയുടെ ടേസ്റ്റിലേ എനിക്ക് ഇനി കുറച്ചും കൂടെ ഒഴിക്കണം എന്ന് തോന്നുകയാണ്. അത്രയും ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളും ഒരു കേടുമില്ലാത്ത സാധനങ്ങളല്ലേ. കുറച്ച് അധികം ആയാലും ഒരു കുഴപ്പമില്ല. എനിക്കിങ്ങനെ ചാറിങ്ങനെ കുഴഞ്ഞിരിക്കാനാണ് ഇഷ്ടം. അപ്പൊ ഇത് മാത്രം എടുത്ത് നമുക്കിങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളി. ഇനിതാ നമ്മുടെ പറമ്പിലുണ്ടായ നല്ല ഒന്നാന്തര ഏത്തക്കായ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ
മൂപ്പിച്ചെടുത്താണ് കേട്ടോ. അതും നമ്മുടെ കരിനെല്ലിക്ക കറിയും കൂടെ കൂട്ടി വെജിറ്റേറിയൻകാർക്ക് വേണ്ടിയിട്ട് ഒരു വല്ലാത്ത തീറ്റ. നല്ല കോരി ചൊഴിയുന്ന മഴയും തണുപ്പും. ഞാൻ പല സാധനങ്ങളും ഒരുപാട് പരീക്ഷണങ്ങൾ ഞാൻ നടത്താറുണ്ട്. 100 പാളിയാലും ചിലപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ട് വരും. ആ റെഡി ആവുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് നമ്മളുടെ കരിനെല്ലിക്ക കറി. അടുത്ത കിടിലൻ നാടൻ റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും വരെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ. ബൈ ബൈ.